നമ്മളെ അതായത് ഈശ്വരവിശ്വാസം. അതായത് അത് 3 തരത്തിലുണ്ട്. അതായത് ചില വിശ്വാസികൾ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ധമായിട്ട് വിശ്വസിക്കുന്നവരുണ്ട്. ചിലവര് ഒട്ടും വിശ്വാസമില്ലാത്തവരുണ്ട്. ഇതിന്റെ രണ്ടിന്റെയും ഇടയിലൊരു വിശ്വാസിയുണ്ട്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം വിശ്വസിക്കുമോ വിശ്വസിക്കും, എന്നോ അധികമായിട്ടില്ല. ഈ 3 തരക്കാരാണ്. ഇവരിലേക്ക് കുറെ കാലങ്ങൾ കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ ഒട്ടും വിശ്വാസം ഇല്ലാത്തവർക്ക് ജീവിതത്തിൽ കുറേ പ്രശ്നങ്ങൾ വരുമ്പോൾ അവർ വിചാരിക്കും ഞാൻ ഒട്ടും വിശ്വസിക്കാഞ്ഞിട്ടാണ് എനിക്ക് അനുഗ്രഹങ്ങൾ ഇല്ലാത്തത് എന്നോർത്ത് അവർ പതുക്കെ വിശ്വാസത്തിലേക്ക് വരും. ആ സമയം ഏറ്റവും കൂടുതൽ അന്ധമായി വിശ്വസിച്ച ഒരു വിഭാഗമുണ്ട്. അവര് അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റവും സംഭവിക്കാതിരിക്കുമ്പോൾ അവര് ചിന്തിക്കും ഇത്രയൊക്കെ ഞാൻ വിശ്വാസം ഉണ്ടായിട്ടും എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിച്ചില്ല. എനിക്ക് കഷ്ടപ്പാട് തന്നെയാണ്. അതുകൊണ്ട് അവരാ വിശ്വാസത്തിൽ കുറച്ച് കുറയും. അവർക്ക് ഒട്ടും വിശ്വാസം ഇല്ലാത്ത അവസ്ഥയിലേക്ക് പിന്നെ എത്തിക്കും. ഈ നടുവിൽ നിന്നവര് അവര് എന്താണോ തുടർന്ന് അവര് നിൽക്കുന്ന സ്ഥലത്ത് അവര് എവിടെയാണോ തുടങ്ങിയത് അതേപോലെ തന്നെ മുന്നോട്ട് പോകും. ഈ 3 രീതിയിലും വിശ്വാസങ്ങളുണ്ട്. ശരിയല്ലേ? കാരണം നമുക്ക് അങ്ങനെ തോന്നിയിട്ടില്ലേ? കാരണം അമിതമായിട്ട് വിശ്വസിക്കുന്നവർക്ക് അവരുടെ ജീവിതത്തിലെ ഒരു അഭിവൃദ്ധിയും അങ്ങനെയുള്ളതൊന്നും ഇല്ലാണ്ടാവുമ്പോൾ അവര് വിചാരിക്കും ഇതൊന്നും വലിയ കാര്യമില്ലാന്ന് വിചാരിക്കും. ഒട്ടും വിശ്വാസമില്ലാത്തവര് വിചാരിക്കും ഞാൻ വിശ്വസിക്കാഞ്ഞിട്ടാണ് എൻ്റെ ജീവിതത്തിലൊന്നും നേടാൻ കഴിയാഞ്ഞത് എന്നോർത്ത് അവര് പതുക്കെ വിശ്വാസത്തിലേക്ക് വരും. ഇത് 3 രീതിയിലും ഇങ്ങനെ സംഭവിക്കാറുണ്ട്. ശരിയല്ലേ?